വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പറയുന്നത്, കുറേ നാളായാലും വേർഡ് മീനിങ്സ് പഠിച്ചിട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊന്നും പറയാത്ത കുറച്ച് വേർഡ്സ്, അതിൻ്റെ മീനിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ജാൻ പൂച്ച്കർ. ജാൻ പൂച്ച്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം, അതാണ് അർത്ഥം കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനത് മനഃപൂർവ്വം ചെയ്തതാ എന്ന് പറയില്ലേ, അതെങ്ങനെയാ? वो मैंने जानबूझकर किया था. वो मैंने जानबूझकर किया था എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മനഃപൂർവ്വം ചെയ്തതാ. ഇനിയിപ്പോൾ അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാന്ന് പറയില്ലേ, അങ്ങനെയാണെങ്കിൽ वो मैंने जानबूझकर बोला था, बोली थी. മനസ്സിലായോ? അതാണ് जानबूझकर. ശരി, അടുത്തൊരു വാക്കാണ് ഹാലത്ത്. ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ കേട്ടോ, ഹാലത്ത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാണ് എൻ്റെ അവസ്ഥ വളരെ മോശം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു മോശം സിറ്റുവേഷനിലാണെങ്കിൽ നമ്മളങ്ങനെ പറയുകയാണ്, എൻ്റെ അവസ്ഥ ഭയങ്കര മോശം. എങ്ങനെ പറയാം? മേരി ഹാലത്ത് ഖരാബ്, മേരി ഹാലത്ത് ഖരാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖരാബ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഏതെങ്കിലും വസ്തുക്കൾ കേടാവുന്നതും അതുപോലെ തന്നെ ഫുഡ് കേടാവുക, ഇതൊക്കെ ഖരാബ് എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, കേടാവുക. അതുപോലെ തന്നെയാണ് ഒരു വാക്ക് മോശം അല്ലെ, മോശമാവും, അതും ഖരാബ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ മേരി ഹാലത്ത് ഖരാബ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ അവസ്ഥ മോശമാണെന്നാണ്. അപ്പൊ അവസ്ഥ, അതാണ് ഹാലത്ത്. ഇപ്പൊ നമ്മളിപ്പോ ഫ്രണ്ട്സ് ഇങ്ങനെ എന്താ പറയുന്നത്, ഒരാൾക്ക് ചിലപ്പോ മോശമായ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മൾ പറയുകയാണ് അവരോട്, ഈ അവസ്ഥയിൽ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. മനസ്സിലായി? ഈ അവസ്ഥയിൽ നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. എങ്ങനെയാ പറയുന്നത്? इसी हालत में आपको यहाँ छोड़कर मैं नहीं जा सकता हूँ. इसी हालत में आपको यहाँ छोड़कर मैं नहीं जा सकता हूँ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, इसी हालत में, ഈ അവസ്ഥയിൽ, आपको यहाँ छोड़कर എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടിട്ട്. മനസ്സിലായോ? ചോടുന, വിടുക അല്ലെ, അതും നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാണ്. ഓക്കെ, യഹാം ഇവിടെ വിട്ടിട്ട്, मैं नहीं जा सकता हूँ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ കഴിയില്ല. മനസ്സിലായോ? അപ്പോൾ ഹാലത്ത്, അവസ്ഥ. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു വേർഡ് ഉണ്ട്, ഹാൽ. അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മൾ ക്ലോസ് റിലേഷനിലുള്ളവർ, നല്ല ഫ്രണ്ട്സോ അതല്ലെങ്കിൽ നമ്മളോട് ഒരുപാട് നല്ല രീതിയിൽ ഇടപഴകണവര് ചിലപ്പോൾ ചോദിക്കും ക്യാ ഹാലേ. അത് ഹാലത്തല്ല കേട്ടോ, ക്യാ ഹാലേ എന്നാണ് ചോദിക്കുന്നത്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയില്ലേ ആപ് കേസേ ഹോ എന്ന് ചോദിക്കില്ലേ, ആപ് കേസേ ഹോ, മേ ടീക്ക് ഹോ അല്ലെ, താങ്കൾക്ക് സുഖമാണോ അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ചോദ്യമാണ് അത് നമ്മൾ അത്രയും ക്ലോസ് റിലേഷനിലേ നമ്മളത് സംസാരിക്കത്തുള്ളൂ കേട്ടോ. നോർമൽ ഒരാളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ കേസേ എന്ന് ചോദിക്കുന്നതിന് പകരം ക്യാ ഹാലെ എന്ന് ചോദിക്കത്തില്ല കേട്ടോ. ശരി, അപ്പോൾ ക്യാ ഹാലെ അതെന്താണ്? ആ കേസേ ഹോ, എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട്, അതാണ്. ഓക്കെ, ശരി. അടുത്തൊരു വാക്കാണ് ഉദാസ്. ഉദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കില്ലേ, അൺഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് ഉദാസ്. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നീ എന്താ വിഷമത്തിലാണോ? എങ്ങനെ ചോദിക്കാം? ക്യാ തും ഉദാസോ, എന്തു പറ്റിയെന്ന് ചോദിക്കില്ലേ. ഇതൊരാകെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണുകയാണെങ്കിൽ ചോദിക്കില്ലേ, ക്യാ തും ഉദാസോ, നിനക്കെന്താ വല്ല വിഷമത്തിലാണോ, അതാണ്. അതുപോലെ തന്നെ ജാദാ ഉദാസ് മത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ വിഷമിക്കല്ലേ, ജാദാ ഉദാസ് മത് ഹോ. മനസ്സിലാവുണ്ടോ? ശരി, ഇനി അടുത്തൊരു വാക്ക് ബർണ. ബർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് കേട്ടോ. രണ്ട് സ്ഥലത്ത് നമ്മൾ ഈ ബർണ എന്ന് യൂസ് ചെയ്യും. ഒന്ന് നിറയ്ക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒന്ന് പൂരിപ്പിക്കുക, ഇതാണ് കേട്ടോ. ബർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയ്ക്കുക എന്നുള്ളൊരു വാക്കിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പൂരിപ്പിക്കുക എന്നുള്ള വാക്കിന് അതെങ്ങനെയാന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഒരു ഫോം തന്നിട്ട് പറയാണ് ഇത് നിറയ്ക്കൂ എന്ന് പറയാം, സോറി ഇത് ഫില്ല് ചെയ്യൂ എന്ന് പറയില്ലേ. അപ്പൊ നമ്മളിങ്ങനെ പറയാം, ഏ ഫോം ബർണ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം പൂരിപ്പിക്കണം, ഏ ഫോം ബർണ ഹെ. ഇനിയിപ്പോ പറയാ ഒരു ബക്കറ്റ് നിറയ്ക്കണം എന്നാണെങ്കിലോ, ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൾട്ടി. മനസ്സിലായോ? വെള്ളം നിറയ്ക്കില്ലേ, ബാൾട്ടിയിൽ വെള്ളം നിറയ്ക്കും എന്ന് പറയുന്നത് ബാൾട്ടിമേ പാനി പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കും. അപ്പോൾ നിറയ്ക്കൂ എന്നുള്ള അർത്ഥത്തിലും അതുപോലെ തന്നെ പൂരിപ്പിക്കൂ എന്നുള്ള അർത്ഥത്തിലും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയാണ്
മോട്ടർ ബന്ദ് കരേ ടങ്കി ഭർ ഗയാ എന്ന് വെച്ചാൽ ടങ്കി ഭർ ഗയാ. മോട്ടർ ബന്ദ് കരേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ബന്ദ് ചെയ്യൂ. ടങ്കി ഭർ ഗയാ എന്ന് പറഞ്ഞാൽ ടാങ്ക് നിറഞ്ഞു, ഭർ ഗയാ. അപ്പോൾ വെള്ളം നിറഞ്ഞു എന്നാണ് അവിടെ അർത്ഥം. ഓക്കെ, ശരി. അപ്പോൾ ഭർണ നിറയ്ക്കുക, പൂരിപ്പിക്കുക. ഓക്കെ, ശരി. അടുത്തൊരു വാക്കാണ് ഹിലാന. ഹിലാന എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ചെയ്യാന്നാണ്, കുലുക്കുക എന്നാണ് കേട്ടോ, ഹിലാന. ഇപ്പോൾ നമ്മൾ പറയാണ് കാറ്റിൽ മരം കുലുങ്ങുന്നു എന്ന് പറയാം. അങ്ങനെ ഇനി പറയാം. അപ്പോൾ കാറ്റത്ത് മരം ഷെയ്ക്ക് ആവാം. അതെങ്ങനെയാ? ഹവാസെ പേട് ഹിൽ രഹേ ഹെ. ഹവാസെ പേട് ഹിൽ രഹേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൽന അതാണ് കേട്ടോ. ഷെയ്ക്ക്, കുലുങ്ങുക. ഇനി ഇപ്പോൾ ഹവാസെ പേട് ഹിൽ രഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൽ മരം കുലുങ്ങുന്നു. ഇനി അതുപോലെ ഇപ്പൊ നമ്മൾ പറയും മെഡിസിനൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഒന്ന് കുലുക്കണം അല്ലെ. ദവായി ലേനേസെ പെഹ്ലെ ഉസേ ഹിലായേ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കുടിക്കുന്നതിന് മുമ്പ് അതിനെ ഷെയ്ക്ക് ചെയ്യണം. അതാണ് കേട്ടോ, ദവായ് ലേനേസെ പെഹ്ലെ ഉസേ ഹിലായേ. ഓക്കെ, ശരി. അതുപോലെ തന്നെ ഒരു വാക്കാണ് മിലാന. മിലാന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ പഠിച്ച വാക്കാണ്. പക്ഷെ അതല്ല, നമ്മൾ പഠിച്ചത് മിൽനയാണ്. ആ മിൽന തന്നെ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് നമുക്ക് മിൽന കിട്ടുക അല്ലെ. അതുപോലെ തന്നെ ഒരു മിൽനയുണ്ട്. എന്താ, നമ്മൾ രണ്ടുപേര് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു മിൽനയുണ്ട് അല്ലെ, കണ്ടുമുട്ടുക. പിന്നെ അപ്പോൾ ഈ മിലാന എന്നു വെച്ചാൽ എന്താണ്? മിക്സ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യൂ, ഇസേ അച്ചി തരവസെ മിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യും, ഇസേ അച്ചി തരവസെ മിലാവും. മനസ്സിലായോ? അതുപോലെ തന്നെ ഹാത്ത് മിലാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഷേക്കിനെ പറയുന്ന കേട്ടോ. അപ്പൊ ഇതാണ് മിലാന. എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സ് ചെയ്യുക. ഓക്കെ, ശരി. അടുത്തൊരു വാക്ക് ചബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറയില്ലേ ഭക്ഷണം നന്നായിട്ട് ചവച്ച് തിന്നണം. എങ്ങനെയാ പറയാ? കാനേക്കോ അച്ചേസെ ചബാക്കർ ഖാന ചാഹിയെ. നമ്മളത് നിർബന്ധമായിട്ട് പറയുന്ന കാര്യം അല്ലേ. അതുകൊണ്ടാണ് ചാഹിയെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അച്ചേസെ ചബാക്കർ ഖാന ഹെ അങ്ങനെ പറഞ്ഞാലും മതി. അപ്പോൾ ഭക്ഷണം നന്നായി ചവച്ച് തിന്നണം. എങ്ങനെയാണ്? കാനേക്കോ അച്ചേസെ ചബാക്കർ ഖാന ചാഹിയെ. മനസ്സിലായോ? അപ്പൊ ചബാന ചവയ്ക്കുക. ശരി. ഇനി ലാസ്റ്റ് വേർഡ് ജബർദസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി എന്ന് വെച്ചാൽ നിർബന്ധമായി. അതാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയാണ് അവന് നിന്നെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, ഹി കാൺ ഫോഴ്സ് യു. അവന് നിന്നെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വോ തുംസെ ജബർദസ്തി നഹി കർ സക്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നിന്നെ നിർബന്ധിപ്പിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് കേട്ടോ. വോ തുംസെ ജബർദസ്തി നഹി കർ സക്ത. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മക്കളുടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവനെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണം എന്ന് പറയില്ലേ, അതെങ്ങനെയാണ്? ഉസ്കോ ജബർദസ്തി ഖാന ഖിലാന പടേഗ. ഉസ്കോ ജബർദസ്തി ഖാന ഖിലാന പടേഗ. ഖാന ഖിലാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിപ്പിക്കുക എന്നാണ് അർത്ഥം. നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട് അത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ഉസ്കോ ജബർദസ്തി ഖാന ഖിലാന പടേഗ. അവനെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കേണ്ടി വരും. അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. വളരെ ഒരു സിമ്പിളായ ക്ലാസ് ആണ്. കുറെ പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇനി മുന്നോട്ട് നമ്മുടെ ഈ സീരീസിൽ ഒരുപാട് ക്ലാസ്സുകൾ ഇല്ല. ഇന്ന് നമ്മുടെ 54th ക്ലാസ് ആണ്. പഠിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാവരും നമ്മുടെ ഫസ്റ്റ് ക്ലാസ് മുതൽ, ഈ സീരീസ് ഫസ്റ്റ് ക്ലാസ് മുതൽ ഫോളോ ചെയ്യുക. നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് സാധിക്കും. വളരെ സിമ്പിളായൊരു സബ്ജക്റ്റാണ് ഹിന്ദി സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അറിയാത്തവരിലേക്ക് ഒരുപാട് പേരുണ്ടാവും, അവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. പിന്നെ എന്താ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, കൂടാതെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.